ഹായ്, എൻ്റെ പേര് ശിവ. ഞാൻ കോട്ടയത്താണ് സ്ഥലം. കോട്ടയത്ത് കറുകച്ചാൽ എന്ന് പറയും. ഞാൻ ചെന്നൈയിൽ BSc നോട്ടിക്കൽ സയൻസ് ഫൈനൽ ഇയർ പഠിക്കുകയാണ്. ഇതെൻ്റെ Volkswagen വെർട്ടസ് GT ആണ് വേരിയൻറ്റ്. 1.5 TSI ആണ് വരുന്നത്. ടർബോ പെട്രോളാണ്. 150 bhp, 250 Nm ടോർക്കും, 7 സ്പീഡ് DSG വരുന്ന വേരിയൻ്റാണ്. ഫുൾ ഓപ്ഷനാണ്, ടോപ്പ് എൻഡാണ്. ശരിക്കും ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത് 22-78 സംതിങ് ആണ് ഫുൾ ഓപ്ഷൻ. ഇനിയിപ്പോൾ ഈ അടുത്ത ഓഗസ്റ്റ് മുതൽ ഇങ്ങോട്ട് ഇതിൻ്റെ മാനുവൽ വരുന്നുണ്ടെന്ന് കേട്ടു. ഇതുവരെ വന്നിട്ടില്ല. ബുക്കിംഗ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. 1.5 TSIക്ക് ഈ ഒരൊറ്റ മോഡലേ ഉള്ളൂ. ടോപ്പ് മോഡൽ മാത്രം. മറ്റേത് 1 ലിറ്റർ ആണ്. 1 ലിറ്ററിന് മാനുവൽ വരുന്നുണ്ട്. അതിന് ബേസ് കുറച്ച് ഓപ്ഷൻ ഉണ്ട്. 1 ലിറ്റർ നമ്മൾ നോക്കിയതാണ്. 1 ലിറ്റർ വരുന്ന പഴയ റാപ്പിഡ് ബെൻഡോയിൽ വന്ന 1 ലിറ്റർ ടർബോ തന്നെയാണ്, നോർമൽ വണ്ടിയാണ്. ഇത് കുറച്ചുകൂടെ പവർ ഉണ്ട്. മുന്നേ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വണ്ടി ഏതൊക്കെയാണ്? അപ്പം എന്തുകൊണ്ടാണ് ഈ ഒരു മോഡൽ തന്നെ എടുക്കാനുണ്ടായ ഒരു എന്തെങ്കിലും സ്പെസിഫിക് റീസൺ ഉണ്ടോ? മുന്നേ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് എക്കോസ്പോർട്ട് ആയിരുന്നു. അതിന് മുമ്പ് ഒരു ഫിയസ്റ്റ ഉണ്ടായിരുന്നു. ഇപ്പം അത് കഴിഞ്ഞ് എക്കോസ്പോർട്ട് നമ്മൾ ഫോർഡ് വിട്ടുപോയപ്പോഴേക്കും നമ്മൾ ആ ഒരു ഇതിൽ വീട്ടിലേക്ക് ഇത് പറഞ്ഞിട്ട് നമ്മൾ പിന്നെ ഒരു വണ്ടി മാറാം. പിന്നെ അന്നേരം 3 വർഷമായി വലിയ ഓടിയൊന്നും ഇല്ലായിരുന്നു. പിന്നെ കൂടുതൽ പെട്രോൾ എഞ്ചിനായിരുന്നു, ഓട്ടോമാറ്റിക് വണ്ടിയായിരുന്നു. ഡ്രാഗൺ സീരീസ് 1.5-ൻ്റെ വണ്ടിയായിരുന്നു. അത് കൊടുത്തതിന് ശേഷമാണ് നമ്മളിപ്പം ആദ്യം നമ്മൾ ഹാരിയർ എടുക്കാനാണ് ഇരുന്നത്. ഹാരിയർ പിന്നെ കുറച്ച് ദിവസം കാര്യങ്ങൾ എടുക്കാൻ പറ്റും. പിന്നെ XUV 700 നോക്കി. വെയിറ്റിംഗ് പീരീഡ് കാരണം കറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ പിന്നെ ഇതിലോട്ട് തന്നെ വന്നു. 1.5 ലിറ്റർ പെട്രോൾ ഇപ്പം Volkswagen ഉള്ളൂ. അപ്പം മൈലേജ് ഒക്കെ നമുക്ക് എന്താ കിട്ടുന്നുണ്ട്? മൈലേജ് കമ്പനി 18 പറയുന്നുണ്ട്. നമ്മുടെ ഫ്രണ്ടിന് ഒരു 18 മേളിൽ കിട്ടിയിട്ടൊക്കെ ഉണ്ട്. 4 സിലിണ്ടറിനകത്ത് 4 സിലിണ്ടറാണ്, 4 സിലിണ്ടറാണ്. ഇത് 1 ലിറ്റർ 3 സിലിണ്ടറും ഇത് 4 സിലിണ്ടറും ആവും. അപ്പോൾ ഇതിനകത്ത് നമ്മൾ സിലിണ്ടർ ഡീആക്ടിവേഷൻ എന്ന് പറയുന്നൊരു ഫീച്ചറുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ത്രോട്ടിൽ മെയിൻ കോൺസ്റ്റൻ്റ് ആയിട്ട് കൊടുത്തുകൊണ്ടിരിക്കും. ഇപ്പോൾ 2000 RPM ആണെങ്കിലും കോൺസ്റ്റൻ്റ് ആയിട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് അങ്ങോട്ട് 2 സിലിണ്ടർ കട്ട് ഓഫ് ആക്കും. ഇവിടെ ബാക്കിയുള്ള 2 സിലിണ്ടർ മാത്രമേ ഉപയോഗിക്കുള്ളൂ. അപ്പോൾ അങ്ങനെ കുറച്ച് പരിപാടി ഉള്ളതുകൊണ്ട് എനിക്ക് നമ്മുടെ സിറ്റി യൂസ് ചെയ്തതിന് 10-11 കിട്ടുന്നുണ്ട്. ലോങ് ഇപ്പം കഴിഞ്ഞ ദിവസം വയനാട് പോയി. ട്രിവാൻഡ്രം പോയപ്പോൾ 15.5 കിട്ടി. പുനലൂർ പോയി. അങ്ങനെയൊക്കെ പോയിട്ട് 15-14 റേഞ്ച് നിൽപ്പുണ്ട്. വയനാട് പോയപ്പോൾ 14 കിട്ടി. നമ്മൾ അത്യാവശ്യം കാലം കൊടുത്താണ് ഓടിച്ചത്. എന്നാലും 12 താഴെ പോയില്ല. 12.5 ഇതൊക്കെ കാണിക്കുന്നത്. അതൊക്കെ കിട്ടുന്നുണ്ട്. ഒത്തിരി അങ്ങോട്ട് പോകുന്നില്ല. ചവിട്ടി ഫുൾ ത്രോട്ടിൽ നമ്മുടെ ഈ സിറ്റി യൂസ് നമ്മൾ ഫുൾ ത്രോട്ടിലൊക്കെ ചെയ്ത് ഓടിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് പോകും. പക്ഷേ എനിക്ക് തോന്നുന്നു 1 ലിറ്ററിനെക്കാട്ടി കൂടുതൽ മൈലേജ് കിട്ടാൻ ചാൻസും 1.5 ആണ്. ഈ സിലിണ്ടർ ഡീആക്ടിവേഷൻ വീൽ എഞ്ചിനൊക്കെ ആണല്ലോ. അപ്പോൾ ഈ സിലിണ്ടർ ഡീആക്ടിവേഷൻ ഒന്നും 1 ലിറ്ററിൽ 1 ലിറ്റർ 3 സിലിണ്ടറാണ് വരുന്നത്. നോർമൽ ടർബോ പെട്രോൾ അത്രേ ഉള്ളൂ. ഇതിന് സിലിണ്ടർ ഡീആക്ടിവേഷൻ നമ്മുടെ GTക്ക് മാത്രമേ ഉള്ളൂ. അത് ഞാൻ ഒരു 7th ഗിയറിൽ 120 കിലോമീറ്റർ സ്പീഡിൽ 2 സിലിണ്ടറിലൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ കുഴപ്പമൊന്നുമില്ല. കാണിക്കും. ഒരു ഇക്കോ എന്നും പറഞ്ഞൊരു ബാഡ്ജ് വന്നിട്ട് ഒരു ബ്ലൂ കളർ ഇക്കോ എന്നും പറഞ്ഞ് വരും. ഇത് നമുക്കൊരു 3 രീതിയിൽ അതിൻ്റെ സ്പീഡോമീറ്ററെ കാണിക്കും. ഒരു RPM മീറ്റർ വരുന്നതിൻ്റെ സ്പീഡോമീറ്റർ വരുന്നതിനെ ഡിജിറ്റായിട്ട് എഴുതി കാണിക്കും. അപ്പം ആ ഡിജിറ്റായിട്ട് എഴുതി കാണിക്കുന്ന രീതിയിൽ വരുമ്പം 2 സിലിണ്ടർ മോഡൽ എഴുതി കാണിക്കും. അല്ലാതെ വരുമ്പോൾ ഇക്കോ എന്നും പറഞ്ഞൊരു ബ്ലൂ കളർ ഒരു സാധനം വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും. പവറിനകത്ത് നമുക്ക് ആ കാല് കൊടുക്കുമ്പോൾ അങ്ങനെ വലിയ വ്യത്യാസമൊന്നും അറിയാനൊന്നുമില്ല. കാല് കൊടുക്കുമ്പോൾ പോവും. 4 സിലിണ്ടർ ആവുമെങ്കിലും നമ്മളൊരു തൊട്ടേന്നും പറഞ്ഞ് പോകുമ്പോഴാണ് ഈ 2 സിലിണ്ടർ വരുന്നത്. കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മളിങ്ങനെ ഒരു 2000 RPM തന്നെ വരും. ചില സമയത്ത് 2000 താഴെ നമ്മളെങ്ങനെ പോലും വരത്തൂല. അത് അങ്ങനെ ഒരു സാധനമുണ്ട്. പക്ഷേ മിക്ക സമയത്തും വരുന്നുണ്ട്. 70 കയറി 120 പോയപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, വരുന്നുണ്ട്. അന്നേരം RPM 2000 മുകളിലായിരിക്കില്ല. ഇല്ല, 7th ഗിയറിൽ എന്ന് പറയുമ്പം ഒത്തിരി ഉണ്ടല്ലോ. പിന്നെ RPM അങ്ങോട്ട് കയറേണ്ട കാര്യമില്ല. ഇത് വേറൊരു സംഭവം എന്ന് പറയുന്നത് ഇപ്പം നമ്മുടെ ഇത് 7 ഗിയറാണ്. 7 ഗിയർ DSG വേരിയൻ്റ് ആയതുകൊണ്ട് പിന്നെ നമുക്ക് ഇപ്പം ഒത്തിരി ഇത് സ്ഥലം കിടപ്പുണ്ട്. അപ്പം നമ്മൾ 7th ഗിയറിൽ ഇട്ടാലും നമ്മളൊരു 70 ചെന്നാലും 1500 RPM അവിടെ നിൽക്കത്തേ ഉള്ളൂ. ഗിയർ ഒത്തിരി ഉള്ളതുകൊണ്ട് ആ ഒരു ഇത് നിൽക്കുന്നത്. അപ്പം അങ്ങനെയും കിട്ടുന്നുണ്ട്. ആ കൂട്ടത്തിൽ സിലിണ്ടർ ഡീആക്ടിവേഷൻ അപ്പം നോർമലായിട്ട് വിളിച്ചപ്പോൾ നമ്മൾ പറയും ഇപ്പം ഒരു 60-65 വെച്ച് ക്രൂസ് കൺട്രോളൊക്കെ സെറ്റ് ചെയ്ത് പോകുന്ന ടീമുകളുണ്ട്. അങ്ങനെയാണെങ്കിൽ കിട്ടും. പിന്നെ നമ്മളിപ്പോൾ എടുത്തതിൻ്റെ ഒരു ആവശ്യത്തിലും ഓടിക്കുക. സർവീസ് ഇപ്പം നമുക്കിപ്പോൾ ആദ്യത്തെ സർവീസ് മാത്രമേ ആയുള്ളൂ. അത് ആ ഒരു 1500 ഒരു ഫ്രീ സർവീസ് ആയിരുന്നു. ഇനി വരുന്നതും ഫ്രീ സർവീസ്. നമുക്ക് ഇതൊരു പൈസ കൊടുത്തിട്ടുള്ള സർവീസ് വന്നിട്ടില്ല. ഇനി സർവീസ് പാക്കേജസും അതിന് വാറണ്ടി കാര്യങ്ങളും ഒക്കെ എക്സ്റ്റെൻഡ് ചെയ്യാവുന്ന പരിപാടികളൊക്കെ ഉണ്ട്. ഇവരൊന്നും അതിലായിട്ടില്ല. അത് ചെയ്യണം. അപ്പോൾ നമ്മൾ ഈ വണ്ടി എടുക്കുമ്പോൾ വേറെ എന്തെങ്കിലും ഞാൻ പറഞ്ഞല്ലോ, XUV നമ്മൾ നോക്കി അതിന് വെയിറ്റിംഗ് പീരീഡ് ഒക്കെ കഴിഞ്ഞാണ് ഇത് ഇറങ്ങി വണ്ടി കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. അതിൻ്റെ ലുക്ക്, ആ ബാക്കൊക്കെ വരുന്നതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. അതിൻ്റെ ആ ടെയിൽ ലാമ്പൊക്കെ കണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. എനിക്ക് കാഴ്ചയിൽ ഇഷ്ടപ്പെട്ടു. പിന്നെ Volkswagen വണ്ടിയാണ്. 150 bhp ഉണ്ട്. ഞാനിങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടു. നമ്മുടെ ടൈഗൺ ആ GTയുടെ ഒക്കെ ഒരു പവർ ഉണ്ട്. അപ്പോൾ ഒരു സെഡാനയിൽ ആ പവർ വരുമ്പോൾ ടൈഗൺ ഞാൻ നേരത്തെ ഓടിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സെഡാനയിൽ ആ ഒരു പവർ വരുമ്പോൾ എന്തായാലും കുറവ് വരത്തില്ലെന്ന് എനിക്കറിയാം. ഇത് ആ സമയം DSG ഗിയർ ബോക്സും എല്ലാം കൂടെ വന്നപ്പം എനിക്കറിയായിരുന്നു. അങ്ങനെ നമ്മൾ പോയി ബുക്ക് ചെയ്തതാണ്. പിന്നെ നമ്മൾ ഇത് എടുത്ത് ബുക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ വെർണ ഇറങ്ങി. 160 bhp ഉണ്ട് പറഞ്ഞ. അപ്പം അതും DCT ആണ്, 7 സ്പീഡ് DCT ആണ്. ഇത് 150 ആണ്, 160 ഉണ്ട്. പക്ഷേ എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ 150 ആണ്. എൻ്റെ ഡ്രൈവിംഗ് സ്റ്റൈൽ എനിക്കിഷ്ടം വെർട്ടസ് തന്നെയാണ്. എന്ന് വെച്ചാൽ ഹ്യുണ്ടായുടെ വണ്ടിക്ക് കുറച്ച് കംഫർട്ടബിൾ ആണ്. സ്പീഡ് കയറുന്ന അറിയില്ല. എനിക്ക് കുറച്ച് സ്പീഡൊക്കെ കയറുന്ന അറിയണം. പിന്നെ കുറച്ച് വളവ് തിരിക്കാനും അങ്ങനെയുള്ള സംഭവം എന്തൂസിയാസ്റ്റിക് ആയിട്ട് ഓടിക്കണം. ഇതോടെയാണ് വണ്ടി ഒത്തിരി ഫീച്ചർ ലോഡാണ് പറഞ്ഞത്.
ഇത് ഫീച്ചേഴ്സ് ഉണ്ട്, Volkswagen സ്റ്റാൻഡേർഡ്സിൽ നല്ല ഫീച്ചേഴ്സ് ഉണ്ട് വണ്ടിക്ക്. പക്ഷേ ഹ്യുണ്ടായി എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ നല്ലതായിട്ട് ഫീച്ചേഴ്സ് കയറും. പക്ഷെ വണ്ടിക്കകത്ത് ഇപ്പം കംഫർട്ടബിൾ ആയിട്ട് ചുമ്മാ ഒരു ഫാമിലിക്ക് വേണ്ടിയുള്ള വണ്ടിയാണ് കൊള്ളാം. 160 bhp ഒക്കെ ഉണ്ട്. പക്ഷെ ഞാൻ കാല് കൊടുക്കുമ്പോൾ അതിലത്തെ ഡിജിറ്റ് എഴുതി വരുന്നല്ലാതെ എനിക്കൊരു ഇത് വന്നില്ല. ഇഷ്ടമുള്ളവർ കാണും, ഇഷ്ടമില്ലാത്തവരാണ്. എൻ്റെ ഒരു ഇതാണ് ഞാൻ പറയുന്നത്. എനിക്കിഷ്ടം ഇത്. സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞാൽ നല്ല സ്റ്റെബിലിറ്റിയാണ്. നല്ലതായിട്ട് കാല് കൊടുത്താൽ നല്ല സൂപ്പറായിട്ട് നമുക്ക് സ്ട്രേറ്റ് ലൈനല്ല ഞാൻ പറഞ്ഞത്, ഞാൻ കുറച്ച് കോർണർ ചെയ്യുന്ന കാര്യമാണ് പറയുന്നത്. സ്ട്രേറ്റ് ലൈനിൽ ഓക്കെയാണ്, എന്തായാലും കോർണർ ചെയ്യുമ്പോൾ അടി. ഇപ്പം നമ്മളിപ്പോൾ എടുത്തിട്ട് ഇപ്പോൾ 3600 കിലോമീറ്ററായി. നമ്മളിപ്പോൾ പല സ്ഥലത്ത് ഇപ്പോൾ വയനാട്, കർണാടകയൊക്കെ ചുമ്മാ ജസ്റ്റ് പോയിരുന്നു, ഒരു ട്രിപ്പ് പോയിരുന്നു, ഫാമിലി ആയിട്ട് പോയിരുന്നു. അപ്പോൾ വണ്ടി നമ്മളിത് പതുങ്ങിയിരിക്കുന്നുണ്ട്, നമുക്ക് ബാക്കിലാണെങ്കിലും ഒലച്ചിലോ കാര്യമൊന്നുമില്ല. അപ്പോൾ നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് ഇപ്പം ഇരിക്കുന്ന ആൾക്കും കംഫർട്ടബിൾ ആയിരിക്കും സാധാരണ വണ്ടി. ഇപ്പോൾ എനിക്ക് എക്വസ്പോർട്ട് ആണെന്ന് ഇച്ചിരി പൊങ്ങിയ വണ്ടിയാണ്. അപ്പോൾ നമ്മൾ വളവൊക്കെ ഇച്ചിരി സ്പീഡ് എടുക്കുകയാണെങ്കിൽ പുറകിലുള്ള ഇങ്ങനെ അപ്പുറം ഇപ്പുറത്തോട്ട് വരുന്ന സംഭവമൊക്കെയാണ്. പക്ഷേ വണ്ടി സ്റ്റേബിളായിരുന്നു. ആ ഒരു ബോഡി റോൾ അതിൻ്റെ അതൊരു കുറ്റമല്ല, SUV-കൾക്ക് വരുന്നതാണ്. അപ്പോൾ നമ്മൾ സെഡാൻ എടുത്തത് അതുകൊണ്ടാണ്. നമ്മളിപ്പോൾ നല്ല സ്പീഡ് വളവെടുക്കുകയാണെങ്കിൽ പുറകെ ഇരുന്ന് ആരെങ്കിലും ഉറങ്ങുവാൻ അറിയത്തുമില്ല. പിന്നെ മെയിനായിട്ട് അതുപോലെ എക്കോസ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഇച്ചിരി അടിക്ക് പൊക്കം ഉണ്ടല്ലോ. പിന്നെ അപ്പം ഇതിനും ടൈഗറിൻ്റെ ഓൾമോസ്റ്റ് പ്ലാറ്റ്ഫോമാണ് വരുന്നത്. ടൈഗറിൻ്റെ ആ ഒരു ഇതുണ്ട്, ക്ലിയറൻസ് ഉണ്ട്. പക്ഷേ നമുക്ക് ആ ഒരു ഒലച്ചിലോ കാര്യമൊന്നും വരുന്നില്ല. ഇതിപ്പോൾ ടയറും കൂടെ ഞാൻ മാറിയിട്ടുണ്ട്, അപ്പം അതിൻ്റെയും കൂടെ വ്യത്യാസം കൂടുതലുണ്ടാവും. പിന്നെ ബാക്കിലാണെങ്കിൽ നമുക്ക് 3 ഹെഡ് റെസ്റ്റ് വരുന്നുണ്ട്. വെർണയ്ക്ക് അതില്ലെന്ന് എനിക്ക് തോന്നുന്നത്. ഇപ്പം നമുക്ക് 3 ഹെഡ് റെസ്റ്റ് വരുമ്പോൾ നന്നായിട്ട് 3 പേർക്ക് ഇരിക്കാം. പക്ഷേ മൂന്നാമത്തെ അത് അവിടെ ഹാൻഡ് റെസ്റ്റ് വരുന്നതുകൊണ്ട് ഇച്ചിരി തള്ളലുണ്ട്. ഇതിപ്പോൾ നമ്മൾ വണ്ടി ഇപ്പോൾ എടുത്തിട്ട് വൈറ്റും ഇവിടെ എല്ലാം ക്രോം ആയിരുന്നു വന്നുകൊണ്ടിരുന്നത്. നമ്മൾ ജസ്റ്റ് വലിയ കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് ഇതിൻ്റെ ഡീക്രോം ചെയ്തു, ലോഗോ ചെയ്തില്ല. ഈ ഗ്രില്ല് ഡീക്രോം ചെയ്തപ്പം നമുക്ക് ഇവിടെ വന്നപ്പോൾ ഇവിടെ ഇതിനകത്ത് ഒരു ഇതുണ്ട്. അപ്പോൾ ഹെഡ്ലൈറ്റിനകത്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലാത്തതിനെ സ്ഥിതിക്ക് നമ്മളിവിടെ ഒരു റാപ്പ് ചെയ്യുമായിരുന്നു. വെളിയിൽ നിന്ന് റാപ്പ് ചെയ്തു. ഇപ്പം ഇതും ക്രോം ആയിരുന്നു, പിന്നെ ഇതും ക്രോം ആയിരുന്നു. ഇതെല്ലാം ഡീക്രോം ചെയ്തു. ബാക്കിൽ അതുപോലെ തന്നെ ചെയ്തു. ഒരു ഡിഫ്യൂസർ വെച്ചു, ബാക്കിൽ ഒരു റിയർ ഡിഫ്യൂസർ വെച്ചു. അത് നമ്മുടെ മോഡിഫൈഡ് വിട്ടസ് ക്ലബ് എന്ന് പറഞ്ഞ ക്ലബ്ബുണ്ട്, അവിടെ നമ്മൾ ചെയ്താണ്, നമുക്ക് അയച്ചതാണ്. വേറെ കിറ്റൊന്നും ഇതുവരെ ഇറങ്ങിയിട്ടില്ല. പിന്നെ ഇത് ലിപ്പുണ്ട്, പക്ഷേ ലിപ്പ് ഒന്നാമതേ നമ്മുടെ വഴി ശരിയല്ല. പിന്നെ ലിപ്പിന് വെക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതിപ്പോൾ നമ്മൾ ടയറ് ചെയ്തേക്കുന്നത് ടയർ അലോയി മാറിയിട്ടുണ്ട്. ഇത് 205/55/16 ആണ് ഇതിൻ്റെ സ്റ്റോക്ക് ടയർ വരുന്നത്. ഇതിപ്പോൾ വന്നേക്കുന്നത് 225/45/17 ലോ പ്രൊഫൈലാണ്. 225 വിട്ടുണ്ട്, 45 പ്രൊഫൈലുണ്ട്, 17 ഇഞ്ച് ആണ് വീല്. ഇത് അലോയും മാറിയതാണ്. അലോയും ട്രിവാൻഡ്രം ഓൾ വീൽ ഡ്രൈവിൽ നിന്ന് മാറിയതാണ്. ലെൻസോടെ അലോയാണ്. അപ്പം പിന്നെ ഇത് പ്രൊജക്ട് ഡി എന്ന് പറയുന്നൊരു ഇതാണ്, ബ്രോൺസ് കളർ, എല്ലാം സെയിം തന്നെയാണ്. വണ്ടി ഇത് വന്നത് തന്നെ ഇത് നോക്കിയെടുത്തത്. എനിക്ക് കളർ ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ കൂടെ മാച്ച് ബാക്കി വണ്ടികൾ ബ്ലാക്കും സിൽവറും ഉള്ള വിർട്ടസ് ഞാൻ കണ്ടിരുന്നു GT. അപ്പോൾ പിന്നെ എനിക്കൊരു കുറച്ച് വ്യത്യാസമായിട്ട് നിന്നോട്ടെന്നുള്ള രീതിയിൽ ഈ കളർ ഇട്ട്. ബാക്ക് പ്രൊഫൈൽ വരുമ്പം നമുക്ക് ഇതെല്ലാം ക്രോം ആയിരുന്നു. നമ്മളിത് കംപ്ലീറ്റ് ഡീക്രോം ചെയ്തു. ഇതും നമ്മൾ ഒരു ഡിഫ്യൂസറാണ്. ഇത് മോഡിഫൈഡ് വിർട്ടസ് ക്ലബ്ബിൽ നിന്ന് എടുത്തതാണ്, ഇൻസ്റ്റാഗ്രാം വഴി എടുത്ത. ടൈലാമ്പൊക്കെ സ്റ്റോക്ക് തന്നെയാണ് വന്നേക്കുന്നത്. ഇപ്പോൾ GT വേരിയൻറ്റും 1 ലിറ്റർ വേരിയൻറ്റും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് കോസ്മെറ്റിക് ആണ് ഞാൻ പറഞ്ഞത്. റൂഫ് ബ്ലാക്ക് ആയിരിക്കും, ഈ സ്പോയിലർ വരും, ഈ GT ബാഡ്ജ് 4 ചുറ്റിനും ഉണ്ടാവും, ഫ്രണ്ടിലും ബാക്കിലും സൈഡിലും. പിന്നെ നമുക്ക് അകത്ത് ആ റെഡ് കളർ ഒരു ഇത് വരുന്നത് നമുക്ക് GTക്ക് ആയിരിക്കും. പിന്നെ ഒരു ബ്ലാക്ക് അലോയ്സ് ആയിരിക്കും വരുന്നത് സ്റ്റോക്കായിട്ട് വരുമ്പോൾ. ഇത് മാറ്റിയതാണ് ഞാൻ. അങ്ങനെ കുറച്ച് വ്യത്യാസങ്ങളാണ്. പിന്നെ 2 സൈലൻസർ വരുന്നുണ്ട്. ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിൽ വരുവാണെങ്കിൽ നമുക്കിപ്പോൾ സൺറൂഫ് ഉണ്ട്, ഒരു ഓട്ടോ ഡിമ്മിങ് മിററുണ്ട്, വലിയൊരു സ്ക്രീനുണ്ട്. പിന്നെ നമുക്ക് ഡിജിറ്റൽ സ്പീഡോമീറ്ററും അതിനകത്ത് 3 തരത്തിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന രീതിയിലുള്ള ആനിമേഷൻ രീതിയുണ്ട്. പിന്നെ പാഡ് ഷിഫ്റ്റേഴ്സ് ഉണ്ട്, ക്രൂയിസ് കൺട്രോൾ ഉണ്ട്, അങ്ങനെയുള്ള ബാക്കി കാര്യങ്ങൾ. പിന്നെ ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ എല്ലാം വയർലെസ് ആണ്. വയർലെസ് ചാർജറുണ്ട്, ഇതൊക്കെ സ്ലൈഡിങ് ആണ്. അതെല്ലാം നല്ലൊരു ഫീച്ചർ തന്നെയാണ്. ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും കുറച്ച് കാര്യങ്ങൾ. പിന്നെ ചെറിയൊരു ആംബിയൻ ലൈറ്റിംഗ് ഉണ്ട്. ഈ റെഡ് കളർ ഒരു രാത്രിയിലൊക്കെ നല്ല രസമാണ്. ഒത്തിരി ഇല്ല, ഈ ഒരു ഭാഗം മാത്രമേ ഉള്ളൂ. ഇത് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല, ഒറ്റ കളറേ ഉള്ളൂ. പിന്നെ വെന്റിലേഷൻ സീറ്റ് വരുന്നുണ്ട്. സീറ്റിൽ നമുക്ക് വെന്റിലേഷൻ ഉണ്ട്. പിന്നെ ഈ സൈഡിലത്തെ സീറ്റ് നമുക്ക് പാസഞ്ചർ സീറ്റ് നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ആണ്. ഇപ്പം നമ്മുടെ ഈ ഒരു ബഡ്ജറ്റ് വെച്ച് നമുക്ക് നോക്കുവാണെങ്കിൽ ഇല്ലാത്തൊരു ഫീച്ചർ എന്ന് പറയുവാണെങ്കിൽ നമുക്കിപ്പം പറയുവാണെങ്കിൽ ഒരു ഇലക്ട്രിക്കൽ സീറ്റ്സ് ഭയങ്കര പോഷ് അതിനല്ല, ഒരു മെമ്മറി ഫംഗ്ഷൻ ഉള്ളൊരു സീറ്റ് കിട്ടുമായിരുന്നു, നല്ലതായിരുന്നു. കുറച്ച് നമുക്ക് നല്ലൊരു സീറ്റിംഗ് പൊസിഷൻ കണ്ടുപിടിക്കാം. എൻ്റെ വീട്ടിൽ ഞാനും അച്ഛനും മാറി വണ്ടി ഓടിക്കുന്നത്. അപ്പം നമുക്ക് ഈ സീറ്റ്സ് നമുക്ക് ഇതുണ്ടായിരുന്നെങ്കിൽ മെമ്മറി ഫംഗ്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ നമുക്കിപ്പോൾ 2 പേരുടെ രീതിയിൽ സെറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ അങ്ങനെ ആ ഒരു രീതി നിന്നേനെ. ഇപ്പോൾ നമ്മൾ മാനുവലി തന്നെ ഇത് പൊക്കുകയും എന്താക്കുകയും തന്നെ ചെയ്യാം നമ്മുടെ ഒരു രീതിക്ക്. പിന്നെ അത് Volkswagen ഒരിക്കലും ഫീച്ചർ റിച്ച് വണ്ടികളായിരിക്കില്ല ഇറക്കുന്നത്. ഒരു നല്ലൊരു എഞ്ചിനും ഗിയർ ബോക്സും ഓടിക്കാനുള്ളൊരു സുഖവും ആ ഒരു ഇതൊക്കെ കാണുള്ളൂ. ഞാനതിനെ ഒരു കുറ്റമായിട്ട് പറഞ്ഞല്ലോ, നല്ലതായിരുന്നു എന്ന് പറഞ്ഞതാണ്. പിന്നെ സ്റ്റിയറിങ് നമുക്ക് റീച്ച് ആണലും ടിൽറ്റും ടെലിസ്കോപ്പിക്കുമാണ്. അതൊക്കെ നല്ല പരിപാടി തന്നെയാണ്. അതൊക്കെ എൻ്റെ എക്കോസ്പോർട്ടിലും ഉണ്ടായിരുന്നു. പക്ഷെ ചില വണ്ടികൾ അത് മിസ്സിംഗ് ആണ്. പക്ഷേ ബാക്കി വേറെ കാര്യങ്ങളൊന്നും എനിക്ക് നെഗറ്റീവ്സ് ഒന്നും വേറെ ഒന്നും പറയാനില്ല. പിന്നെ നെഗറ്റീവ്സ് ഇതിൽ
നമുക്കിപ്പോൾ ഒരു കോൾ നമ്മുടെ വയർലെസ് ആപ്പിൾ കാർപ്ലേ ആൻഡ്രോയിഡ് ഓട്ടോ എല്ലാം ഉണ്ട്. പക്ഷെ നമുക്ക് ഒരു കോൾ ഒരാൾ വിളിക്കുകയാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇത് ഇവിടെ പോയി എടുക്കേണ്ടി വരും. നമ്മൾ റോഡിൽ നിന്ന് കണ്ണെടുത്ത് ഇവിടെ കൊണ്ട് വെക്കുന്ന ഒരു നല്ല സിസ്റ്റം അല്ലല്ലോ. ഇപ്പം നമുക്കറിയാം ടച്ചിലേ എടുക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പം ഇവിടെ ഒരാൾ വിളിക്കുകയാണെങ്കിൽ ഇവിടെ കോൾ വരും, നമ്മൾ അതിൽ തൊട്ടാണ് എടുക്കുന്നത്, അതേ പറ്റത്തുള്ളൂ. പക്ഷേ പിന്നെ വേറെ പാട്ട് പോസ് ചെയ്യണം. ഇപ്പം പെട്രോൾ പമ്പിലൊക്കെ ചെന്ന് പെട്ടെന്ന് ഇച്ചിരി പാട്ടൊക്കെ കേട്ട് പോയിട്ട് പെട്ടെന്ന് താക്കുകയാണ്, ഭയങ്കര പാട്ടായിരിക്കും വെളിയിൽ. അപ്പം ഒരു പോസ് ബട്ടൺ ഇല്ല. പക്ഷേ ഇവിടെ ഒരു ബട്ടൺ കൊടുത്തേക്കുന്നു, ഒരു കാര്യമില്ലാത്തൊരു ബട്ടൺ ആണെങ്കിൽ ബട്ടൺ വിത്തൗട്ട് ഫംഗ്ഷൻ എഴുതിയതേ, ബട്ടൺ വിത്തൗട്ട് ഫംഗ്ഷൻ. അങ്ങനെ ബട്ടൺ വിത്തൗട്ട് ഫംഗ്ഷൻ എന്നും പറഞ്ഞൊരു ബട്ടൻ്റെ ആവശ്യമൊന്നും ഇല്ലല്ലോ. അതിനകത്തൊരു പോസ് ബട്ടൺ, ഒരു കോൾ അറ്റൻഡ് ചെയ്യുന്ന ഒരു ബട്ടണോ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ നല്ല. മ്യൂട്ടും ഇല്ല. എല്ലാം ഇവിടെ തന്നെ ഒരു ഒറ്റ പരിപാടി ഇത്രേ ഉള്ളൂ. മ്യൂട്ട്, വോളിയം കൺട്രോൾ ഉണ്ടല്ലേ. വോളിയം കൺട്രോളും പാട്ട് മാറ്റി വിടാം, വ്യൂ മാറ്റാം, പിന്നെ ഇതിനകത്തെ കുറച്ച് ഡിസ്പ്ലേ നമുക്ക് ചേഞ്ച് ചെയ്യാം. അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ഉള്ളതുണ്ടോ. എല്ലാ ഇക്കോണമി, ഡ്രൈവിംഗ് ഡേറ്റ എല്ലാം കാണാം. ഞാനിപ്പോൾ അത്യാവശ്യം ഞാൻ ചുമ്മാ ഒരു സ്പീഡാണ് ഇത് ഇങ്ങനെ എടുത്ത്, ഇതാണ് എനിക്ക് ഇഷ്ടമുള്ളൊരു സാധനം. അപ്പോൾ ഞാനത് എപ്പോഴും ഇടാറ്. പിന്നെ മൈലേജ് കാണാൻ വന്നത് ഇവിടെ പോയി നോക്കൂ, ഇല്ലെങ്കിൽ നമുക്ക് ഇവിടെ ആണല്ലോ മൈലേജ് കാണാതെ കേട്ടോ. 10.5 ആണ് ഇപ്പോൾ കാണിക്കുന്നത്. വെഹിക്കിൾ സ്റ്റാറ്റസ് നോട്ടിഫിക്കേഷൻ എന്തെങ്കിലും ഉണ്ട് ഇവിടെ വരും. പിന്നെ നമ്മൾ സിൻ സ്റ്റാർട്ട് എന്നും പറഞ്ഞ് ഇപ്പോൾ നമ്മൾ രാവിലെ വണ്ടി അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് എത്ര കിലോമീറ്റർ ഓടി, ആവറേജ് സ്പീഡ് കാണിക്കും, ഫ്യൂൽ കൺസംഷൻ ടൈം, പിന്നെ സിൻസ് റീഫ്യൂൽ ചെയ്തിട്ട് എത്ര മൈലേജ് കാണിക്കുന്നുണ്ട്. സിൻസ് റീഫ്യൂൽ ചെയ്തിട്ട് എനിക്ക് 10.4 മൈലേജ് ഉണ്ട്. ലോങ് ഇത്രയും പവർഫുൾ ആയിട്ട് വണ്ടിക്ക്. ലോങ് ടൈം 11.6 ഉണ്ട്. ടോപ്പ് സ്പീഡ് നമ്മുടെ നാട്ടിലല്ലാതെ തന്നെ നമ്മൾ 170 ചുമ്മാ കയറിപ്പോവും. 170 വരെ കയറിയിട്ടുള്ളൂ. 170 വരെ കയറിയിട്ടുള്ളൂ. അത് നല്ല വഴി വേറെ കിട്ടിയിട്ടില്ല. നമ്മൾ കേരളത്തിന് വെളിയിലാണ് പോയത്. അവിടെ കയറ്റാവുന്ന ഒരു വഴിക്കാണ് കയറ്റിയത്. അതുകൊണ്ട് പിന്നെ പെട്ടെന്ന് ഒരു 4 ഓവർടേക്ക് അടിച്ചുവിട്ട് കയറിയപ്പോൾ 170 കയറി. അല്ല കയറ്റണം എന്ന് വെച്ച് കയറ്റി. നമുക്ക് അങ്ങനെ ഒരു ക്രൂസ് സ്പീഡ് തന്നെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാം. ഒരു ലോങ് ഒക്കെ പോവുകയാണെങ്കിൽ നമുക്ക് കുറച്ച് വണ്ടികളുണ്ട്. നമുക്ക് സുഖമായിട്ട് നമ്മൾ ഈ ഒരു രീതി ത്രോട്ടിൽ വെച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് സുഖമായിട്ട് കയറി ചില ടർബോ നമ്മൾ എടുത്ത് നമുക്ക് നന്നായിട്ട് പോകും. ഇത് ഡാഷ്ബോർഡിനകത്തും നമുക്ക് ഇത് വരുന്നുണ്ട്, കൂളിംഗ് ഫംഗ്ഷൻ വരുന്നത്, ഓഫാക്കി വെക്കാം. അത് നല്ലൊരു സംഭവം. നമുക്കിപ്പോൾ ജസ്റ്റ് ചോക്ലേറ്റ് ഒക്കെ വാങ്ങി വെക്കുവാണെങ്കിൽ അവിടെ വെക്കാം. അതൊക്കെ നല്ലൊരു സംഭവമാണ്. മെയിനായിട്ട് എനിക്ക് ഇഷ്ടം വെന്റിലേഷൻ സീറ്റാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഫീച്ചർ എന്ന് പറയുകയാണെങ്കിൽ. എന്ന് വെച്ചാൽ നല്ല നമുക്കിപ്പോൾ ഒരു വിയർത്തെങ്ങും പോകത്തില്ല. നമുക്ക് ഇതിൻ്റെ ക്ലൈമറ്റ് തന്നെയാണ് തോന്നുന്നത് വരുന്നത്. നല്ല തണുത്തിരിക്കും പുറമൊക്കെ. അപ്പുറത്തെ സീറ്റിലുണ്ട്, ബാക്കിലില്ല, ഫ്രണ്ട് സീറ്റുണ്ട്. പിന്നെ റിയർ AC വെന്റ്സ് വരുന്നുണ്ട്. വെന്റിലേഷൻ സീറ്റ് 2 വരുന്നുള്ളൂ. അത് Volkswagen തന്നല്ലോ എന്നുള്ളതേ ഉള്ളൂ. Volkswagen സാധാരണ തരുന്നതല്ല. പക്ഷെ Volkswagenന്റെ വണ്ടി ഞാൻ എടുത്ത് ഒരിക്കലും ഫീച്ചർ റിച്ച് ഒരു കാര്യത്തിന് വേണ്ടിയല്ല. ഈ ഒരു ലുക്ക്, ഈ ഒരു ബിൽഡ്, ഈ ഒരു പവർ പെർഫോമൻസും ആ ഒരു ബിൽഡും വേറെ വണ്ടി ഇല്ലല്ലോ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ. അപ്പോൾ അതുകൊണ്ടാണ് അതെടുത്തത്. എനിക്ക് ഫീച്ചേഴ്സ് കുറച്ചുകൂടെ വേണമെങ്കിൽ വെർണയിലോട്ട് പോകുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ ഓടിക്കാൻ ഇഷ്ടമുള്ള ആളാണെങ്കിൽ ഇത് വിളിച്ചിട്ടേ കാര്യമുള്ളൂ. ഇന്റീരിയറിലോട്ട് വരുവാണെങ്കിൽ 1 ലിറ്ററിന് കുറച്ചുകൂടെ ബീജ് കൂടുതലാണ്. ഇത് കുറച്ചുകൂടെ ബ്ലാക്ക് ഇന്റീരിയർ ആണ്. സീറ്റ്സ് ആണെങ്കിലും ലെതററ്റ് മറ്റേ ബ്ലാക്ക് ആണ് വരുന്നത്. 6 എയർ ബാഗ് ഉള്ള വേരിയൻ്റ് ആണ്. സീറ്റ്സ് എല്ലാം ബ്ലാക്ക് ആണ്. എനിക്ക് താല്പര്യം ബ്ലാക്ക് സീറ്റ്സിനോടാണ്. ചെറിയൊരു ബീജ് എലമെന്റ് വന്നിട്ടേ ഉള്ളൂ. താഴെ ഡാഷ്ബോർഡിന്റെ അവിടെയൊക്കെ ബീജ് എലമെന്റ്, അതും കൂടെ ബ്ലാക്ക് ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ നല്ലത്. നമുക്ക് വേണം ചെയ്യാം, ഇതൊക്കെ ചെയ്യാം. പക്ഷെ വണ്ടി വരുവാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരുന്നു. ചെയ്യാം. പാഡിൽ ഷിഫ്റ്റിന്റെ നമുക്ക് പാഡിൽ ഷിഫ്റ്റ് നല്ല റെസ്പോൺസീവാണ്. നമ്മൾ സാധാരണ എനിക്ക് ഇക്കോ സ്പോർട്ടിലും പാഡിൽ ഷിഫ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മളിപ്പോൾ ഒരു ഗിയർ അപ്പ് ചെയ്യുവാണെങ്കിൽ ഇക്കോ സ്പോർട്ടിൽ ഇപ്പം അപ്പ് ചെയ്ത് നേരെ അപ്പുറത്തോട്ട് പോയിട്ട് ഒന്ന് തീരുമാനിച്ചൊക്കെ കുറച്ച് കഴിഞ്ഞേ വരത്തുള്ളൂ. ഒരു ചെറിയ ലാഗ് ഒക്കെ ഉണ്ട്. ഒരു 2 സെക്കൻഡ് ലാഗ് കഴിഞ്ഞ് ഗിയർ മാറത്തുള്ളൂ. ഇത് നമുക്കൊരു മാനുവലിലെ ഗിയർ ഇടുന്നതിനെക്കാട്ട് സ്പീഡ് വരും. ടക്കടക്കയെന്ന് വരും. നമ്മൾ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് ഇടാം. അത് DSGയുടെ ഗിയർ ബോക്സിൻ്റെ ആണ്. പിന്നെ നമുക്ക് ബ്രേക്കിൽ നിന്ന് കാലെടുക്കുമ്പോഴുള്ള സംഭവം അത് പറയണം. എന്നുവെച്ചാൽ നമ്മൾ സാധാരണ ഓട്ടോമാറ്റിക് വണ്ടി നമ്മൾ ഡ്രൈവിലിട്ടിട്ട് ബ്രേക്കിൽ നിന്ന് കാലെടുക്കുമ്പോൾ വണ്ടി ഉരുളും. നിരപ്പയിലാണ് ഉരുളും. ഇതിപ്പോൾ നമ്മൾ 1 ലിറ്ററാണെങ്കിൽ കുറച്ചുകൂടെ ചാടി വരുള്ളൂ. അത് ഉള്ളതെ തന്നെ എക്സ്ട്രാക്ട് ചെയ്ത് വെച്ചേക്കുന്നതുകൊണ്ടാണ്. ഇത് നമ്മളിപ്പോൾ എടുക്കുകയാണെങ്കിൽ ഇങ്ങനെ നിൽക്കും, എന്നിട്ടത് പയ്യെ ഉരുളാൻ തുടങ്ങും. അങ്ങനെ ഒരു 5 കിലോമീറ്റർ സ്പീഡിൽ തന്നെ നമുക്കൊരു, ഞാനിത് കണ്ടിട്ടുണ്ട്, ഒരു 5 കിലോമീറ്റർ സ്പീഡിൽ തന്നെ നമ്മുടെ വണ്ടി ഒരു കയറ്റത്തെ നല്ല കയറ്റം എൻ്റെ വീട്ടിൽ കൂടി കയറുന്നത്. അതൊക്കെ നമ്മുടെ വണ്ടി കാല് കൊടുക്കാതെ തന്നെ കയറിപ്പോവും. അത് ബ്രേക്ക് ചെയ്ത് ഹിൽ സ്റ്റാർട്ടേഴ്സിനുണ്ടല്ലോ, നമ്മുടെ വണ്ടി അവിടെ നിൽക്കും. എന്നിട്ട് പയ്യെ ഉരുട്ടി പയ്യെ എല്ലാ കയറ്റവും കയറിപ്പോവും. നല്ലൊരു സംഭവമാണ്. അത് DSGയുടെ ഗിയർ ബോക്സിൻ്റെ ഗുണമായിരിക്കാം, ട്യൂണിങ്ങിൻ്റെ ആയിരിക്കാം. എന്തായാലും നല്ലൊരു സംഭവമാണ്. അതുകൊണ്ട് ആ ടോർക്ക് നമുക്ക് ഫീൽ ചെയ്യും. ഡീസൽ വണ്ടി ഓടിക്കുന്ന ഒരു ഫീൽ കിട്ടും. നമുക്കൊരു എന്നാ പറയുന്നത്, എടുത്തെടുത്ത് നിൽക്കും. നമുക്ക് കാല് ചെറുതായിട്ട് ഇപ്പോൾ ഒരു ആക്സിലേറ്ററിലൊക്കെ നമ്മൾ ടാപ്പ് ചെയ്ത് വല്ലപ്പോഴും അതാണ് മൈലേജും കിട്ടാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇടയ്ക്ക് ഞാനൊരു വേറൊരു ഇഷ്യൂ കേട്ടതാണ്. ഈ പവർ വിൻഡോടെ നമുക്കൊരു 1 ടച്ച് ഡൗണും അപ്പും കൂടാണ്. ഇതിപ്പം ഞാൻ കാണിച്ചുതരാം. ഇപ്പം അപ്പ് ചെയ്യുവാണെങ്കിൽ ചില സമയത്ത് ഇതുപോലെ അപ്പാകത്തില്ല. ആൻറ്റി പിഞ്ചാണ് വരുന്നത്. കൈ വെച്ച് കഴിഞ്ഞാൽ അത് എല്ലാ വണ്ടിക്കുള്ള പോലെ തന്നെ. പക്ഷേ ഇത് ചില സമയത്ത് മുകളിലോട്ട് വരാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അതൊന്ന് വൺ ടച്ചിൽ ഡൗൺ ആവും. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ 2 പ്രാവശ്യം ഇങ്ങനെ വെച്ചിട്ട് കയറിയില്ല. ഇത് ഇവിടെ വരെ വന്ന് നിൽക്കും. പിന്നെ ഇങ്ങനെ നിൽക്കും. ഇതില്ല കുറച്ച് വെച്ചാലേ കയറുള്ളൂ. ഇതിപ്പോൾ നമ്മൾ 4th ഗിയറിൽ പോവാണ്. നമുക്ക് -C വേണം ഗിയർ. ഉടനെ ഇതിപ്പോൾ മാനുവലായി 3rd ആയി. ഇപ്പോൾ കാര്യം എടുത്തു. ഞാൻ പെട്ടെന്ന് ചെയ്യുന്നതനുസരിച്ച് ഇത് മാറുന്നതാണ് കേട്ടോ.
7th ഗിയറിലോട്ട് എത്തിയാൽ. ഓക്കെ ഓക്കെ. അപ്പോൾ അത് നല്ലൊരു സംഭവമായിട്ട് തോന്നി. 2 സിലിണ്ടർ ആകണ്ട. 5th ഗിയർ, 56 കിലോമീറ്റർ സ്പീഡ്, 2 സിലിണ്ടർ മോഡ്.